ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ ഗെറ്റ് അവേ വ്ളോഗാണ്. കൊച്ചിയുടെ നഗരത്തിൻ്റെ തിരക്കിലും ശബ്ദങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒരു മനോഹരമായ ഒരു ഗ്രാമദ്വീപിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചപ്പും കായലുകളും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, അതാണ് കടമക്കുടി. ഈ യാത്ര ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. പിച്ചുവിൻ്റെ ഫ്രണ്ടായ എമിലിൻ്റെ വൈഫ് ബ്രില്ലിയും ഞങ്ങളോടൊപ്പം ഉണ്ട്. നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങളൊരു ചായക്കട കണ്ടപ്പോൾ വണ്ടി അങ്ങോട്ടൊതുക്കി. നല്ല രസമുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ഹട്ടുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകളിരിക്കുന്നത്. അവിടെ നല്ല മഴയും കാറ്റും നല്ല ആംബിയൻസും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ അങ്ങനെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം കാറിലിരുന്ന് തന്നെയാണ് ഞങ്ങൾ കാഴ്ചകൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാറിലിരുന്നിട്ടാണെങ്കിലും ഈ ഐലൻഡും ആ മരങ്ങളും ഒക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട്. ഇനിയും കുറച്ച് നേരം കടമക്കുടിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത്രയും മനോഹരമായ സ്ഥലം നമുക്ക് കൊച്ചിയിൽ നിന്നും വെറും അരമണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ. കാറിൽ വേണമെങ്കിലും നമുക്ക് ബൈക്കിൽ വേണമെങ്കിലും ഇവിടെ വരാം. ശരിക്കും ഈ സ്ഥലം നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് നമ്മളിപ്പം സോഷ്യൽ മീഡിയയൊക്കെ കണ്ട് റീൽസിലൂടെയും ഒക്കെ ഒരുപാട് ഇതിന് ഈ ഒരു സ്ഥലമൊക്കെ കാണുന്നുണ്ട്. പല സിനിമകളിലും ഈ ലൊക്കേഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് കടമക്കുടിയാണെന്ന് മനസ്സിലായത്. നമ്മൾ കടമക്കുടി എന്ന് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി സെർച്ച് ചെയ്ത് വരുമ്പോൾ ശരിക്കും നമ്മൾ ജങ്കാറൊക്കെ കയറി വരുന്ന ഒരു ലൊക്കേഷനിലായിരിക്കും എത്തുന്നത്. ഇവിടേക്ക് കറക്റ്റായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ കടമക്കുടി ജിമ്മ് സെർച്ച് ചെയ്ത് വരണം കേട്ടോ. ഞങ്ങളിപ്പോൾ ഒരുപാട് തവണ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്ക് എന്തായാലും ഗൂഗിൾ മാപ്പിൽ കടമക്കുടി ജിമ്മ് എന്നിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും. നല്ല മഴയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് ഇന്ന് നല്ല പ്രത്യേക ഭംഗിയായിരുന്നു ഇതൊക്കെ കണ്ടു പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു 11:30-12 മണി ആ ടൈമാണ് ഈ വഴി പാസ് ചെയ്തത്. പക്ഷേ ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാറിലിരുന്നിട്ടാണെങ്കിൽ ഈ ലൊക്കേഷനൊക്കെ. ഈ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർക്ക് അടുത്ത് ഫാമിലിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ കടമക്കുടി. കുറച്ച് നേരം വണ്ടിയിലിരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നിന്ന് കാണാമെന്നോർത്ത് വണ്ടി പതുക്കെ സൈഡിലേക്ക് ഒതുക്കി. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ അങ്ങനെ നിൽക്കാനും. ചെറിയ ചാറ്റമഴയൊക്കെ നനഞ്ഞിട്ട്. മഴയുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. അത് നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റ്സാണ്. വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളെക്കാളും നല്ലതായിട്ട് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പട്ടിക്കുട്ടന്മാരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പട്ടിക്കുട്ടന്മാരുടെ കുറേ വീഡിയോസ് എടുത്തു. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ വരുമ്പോഴും ഇവർ നമ്മളുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും, നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ എടുക്കുന്നത് അറിയാത്ത ഭാവത്തിൽ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന 2 വ്യക്തികളെ നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ കാണാൻ പറ്റും. അവർ കുറച്ച് കാൻഡിഡ് വീഡിയോസ് എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവരുടെ ഷോയും പോസും ഒക്കെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ച് ഞാനും ബ്രില്ലിയും കൂടെ പതുക്കെ നടന്ന്. അപ്പോഴാണ് അവിടെ ഒരു തോണി ശ്രദ്ധിച്ചത്. അങ്ങനെ ആ തോണി ഇരിക്കുന്ന ഭാഗത്തോട്ട് ഞങ്ങൾ ചെന്നു.
പണ്ട് ഇവിടെ ഇതുവഴി നമുക്ക് 2 സൈഡിലും വെള്ളവും അതിനിടയിലൂടെ ഒരു ചെറിയൊരു പാത്തുണ്ടായിരുന്നു, നമുക്ക് നടന്നു പോകാനും വീഡിയോസ് എടുക്കാനും പറ്റിയ. പക്ഷെ ഇപ്പോൾ അതവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മഴ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു ചെറിയ ഞണ്ടിനെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനെയും കൂടെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഞങ്ങൾ പകർത്തി. ഒന്നിനെ വെറുതെ വിടരുതല്ലോ. നമ്മുടെ സെയിം വൈബുള്ള 2 പേരെ കൂട്ടിന് കിട്ടുമ്പം ഡബിൾ ആവത്തില്ലേ നമ്മുടെ വൈബ്? അതേ അവസ്ഥയായിരുന്നു ഞങ്ങൾ ഇവരുടെ കൂടെ ട്രിപ്പ് പോയപ്പോൾ. ഞാനും വിച്ചു അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. എന്നെക്കാളും കൂടുതൽ സംസാരിക്കുന്ന ഒരാളാണ് ബ്രില്ലി. അപ്പോൾ അവരെ കമ്പനി കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ പോയതേ അറിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞ് കുറേ വർഷമായെങ്കിലും 2 പേരും സ്റ്റിൽ ലവിങ് കപ്പിൾസാണേ. ഇപ്പോഴും ആ മരം ചുറ്റി പ്രേമത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. കുറച്ച് സമയം കൂടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കടമക്കുടിക്ക് ഒരു ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. നേരെ ലക്ഷ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പാട്ടൊക്കെ പാടി വൈബൊക്കെ പിടിച്ചായിരുന്നു ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് പാരഗണിലാണ്. പാരഗണിലെത്തിയപ്പോഴത്തേക്കിന് 4 പേർക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 4 ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. ബിരിയാണി മാത്രമല്ല, കൊഞ്ച് റോസ്റ്റും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡേ ഔട്ട് വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.